ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിഷേധികളെ പറ്റിയാണ് അറിയിച്ചു തന്നത്. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല നിഷേധികളെ പറ്റി തന്നെയാണ് അറിയിക്കുന്നത്. وَيَجْعَلُونَ لِمَا لَا يَعْلَمُونَ نَصِيبًا مِّمَّا رَزَقْنَاهُمْ تَاللَّهِ لَتُسْأَلُنَّ عَمَّا كُنتُمْ تَفْتَرُونَ. നാം നൽകിയതിൽ ഒരു ഓഹരി അവർക്ക് യാതൊരു വിവരവുമില്ലാത്ത വസ്തുക്കൾക്ക് അവർ നൽകുന്നു. അല്ലാഹുവിൽ സത്യം, നിങ്ങൾ പടച്ചുണ്ടാക്കിയ കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ്. وَيَجْعَلُونَ لِلَّهِ الْبَنَاتِ سُبْحَانَهُ وَلَهُم مَّا يَشْتَهُونَ. അല്ലാഹുവിലേക്ക് പെൺമക്കളെ അവർ ചേർത്തു പറയുന്നു. അല്ലാഹു പരമ പരിശുദ്ധമാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ അവരിലേക്ക് ചേർക്കുന്നു. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. അവർക്കാർക്കെങ്കിലും പെൺമക്കളുണ്ടായി എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം കറുത്ത് കരിവാളിക്കുന്നു, അവർ ദുഃഖം നിറഞ്ഞവരായി തീരുന്നു. يَتَوَارَى مِنَ الْقَوْمِ مِنْ سُوءِ مَا بُشِّرَ بِهِ أَيُمْسِكُهُ عَلَى حَوْنٍ أَمْ يَدُسُّهُ فِي التُّرَابِ أَلَا سَاءَ مَا يَحْكُمُونَ. അവനെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട കാര്യത്തിൻ്റെ ശകുനം കാരണം അവൻ ജനങ്ങൾക്കിടയിൽ നിന്നും മറഞ്ഞു കഴിയുന്നു. നിന്ദ്യത വഹിച്ചുകൊണ്ട് ഈ കുട്ടിയെ കൂടെ നിർത്തണമോ മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അറിയുക, അവർ വിധിക്കുന്ന കാര്യം മഹാമോശം തന്നെ. لِلَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ مَثَلُ السَّوْءِ وَلِلَّهِ الْمَثَلُ الْأَعْلَى وَهُوَ الْعَزِيزُ الْحَكِيمُ. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്കുള്ള അവസ്ഥ വളരെ മോശം തന്നെ. അള്ളാഹുവിനുള്ള അവസ്ഥ ഉന്നതമായതാണ്. അള്ളാഹു പ്രതാപശാലിയും തന്ത്രജ്ഞനുമാണ്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷേധികളുടെ അവസ്ഥയെ അറിയിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കുന്നവരായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾ എന്നുള്ളത്. പക്ഷേ അവർ അള്ളാഹുവിനോടൊപ്പം മറ്റു വിഗ്രഹങ്ങളെയും മറ്റു വസ്തുക്കളെയും പങ്കു ചേർക്കുന്നവരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ഓതിയ ആയത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ്, മക്ക മുശ്രിക്കീങ്ങൾ, നിഷേധികളായ ആളുകൾ, അവർ അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്നും ഒരു ഓഹരി അള്ളാഹുവിൽ പങ്കു ചേർക്കാനായി അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കായി നിശ്ചയിക്കുന്നു. അഥവാ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ, ആൾദേവങ്ങൾ, അവർക്ക് വേണ്ടി അവരുടെ കൃഷിയിടത്ത് നിന്നും അവരുടെ വിളവുകളിൽ നിന്നും ഒരു ഓഹരിയെ അവർ നിശ്ചയിക്കുന്നു. മക്ക മുശ്രിക്കീങ്ങളുടെ ഒരു ശീലമായിരുന്നു അവരുടെ കൃഷിയിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും വിളവിൽ നിന്നും ഒരു ഭാഗം വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ഓതിയ ആയത്തിലൂടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഉപജീവന മാർഗം നൽകിയത് അള്ളാഹുവാണ്. സസ്യങ്ങളെ മുളപ്പിക്കുന്നതും ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നിങ്ങൾക്ക് ഈ വിളവുകളെല്ലാം ലഭിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അതെല്ലാം ലഭിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത, സ്വന്തമായി പോലും ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത വസ്തുക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഉപജീവനത്തെ മാറ്റിവെക്കുകയാണോ? നിങ്ങൾ എത്ര വിവരക്കേടാണ് ചെയ്യുന്നത്. സ്വന്തമായി ഒരു പ്രയോജനം ചെയ്യാൻ സാധിക്കാത്ത, മറ്റുള്ളവർക്ക് പ്രയോജനവും ഉണ്ടാക്കാൻ സാധിക്കാത്ത, മറ്റുള്ളൊരു വസ്തുവിലോട്ട് ആശ്രയിച്ച് കഴിയുന്ന വസ്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുകയാണോ? തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവർത്തനത്തെപ്പറ്റി സർവ്വലോക രക്ഷിതാവായ അള്ളാഹു പരലോകത്തെ ചോദിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. രണ്ടാമതായി അള്ളാഹു അറിയിക്കുന്ന ഒരു കാര്യം, മക്ക മുശ്രിക്കീങ്ങൾ, നിഷേധികൾ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുന്നു, അഥവാ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് പറയുന്നു. മക്ക മുശ്രിക്കീങ്ങൾ ഒരു വാദമായിരുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന്. ഇങ്ങനെ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് അവർ വാദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല,
അള്ളാഹുവിന് ആദ്യമില്ല, അവസാനമില്ല. മനുഷ്യരെ പോലെ അല്ല അള്ളാഹു തആല. അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പല ആയത്തുകളിലൂടെയും അള്ളാഹു അറിയിച്ചു എന്ന കാര്യമാണ്. മനുഷ്യരും മറ്റെല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികളെ നമുക്കറിയാം. സൃഷ്ടാവായ അള്ളാഹു എങ്ങനെയാണെന്ന കാര്യം ചിന്തിക്കാനുള്ള ശേഷി നമുക്കാർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് മാതാപിതാക്കളില്ല, അള്ളാഹുവിന് ആദ്യവും അവസാനവുമില്ല, അള്ളാഹുവിന് തുല്യമായി മറ്റാരുമില്ല. കോലത്തിലും ഉപമയിലും വിശേഷണത്തിലും ഒന്നിലും അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല. എന്നാൽ മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് പറയുന്നു, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്വന്തമായി പെൺമക്കളെ ഇഷ്ടപ്പെടുന്നില്ല. മക്ക മുശ്രിക്കീങ്ങളുടെ ഒരു മോശമായ ദുർഗുണമായിരുന്നു, അവർ പെൺമക്കളെ ഇഷ്ടപ്പെടുകയില്ലായിരുന്നു. പെൺമക്കൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു നിന്ദ്യതയായി അവർ കണ്ടിരുന്നു. ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മുഖം വിവർണമാകുമായിരുന്നു. ആ കുട്ടിയെ എങ്ങനെ കൂടെ നിർത്തും, കൂടെ നിർത്തിയാൽ നിന്ദ്യതയാവുമല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു. പല ആളുകളും വളരെ നീചമായ പ്രവർത്തനം ചെയ്യുമായിരുന്നു, അഥവാ സ്വന്തം പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു. ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾ മക്ക മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്വന്തമായി പെൺമക്കളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിനുണ്ടെന്ന് പറയുകയാണോ? അതുതന്നെ എത്ര മോശമായ കാര്യമാണ്. നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറയുന്നത് എത്ര മോശമായ കാര്യമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതികൾ എല്ലാം തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വിഡ്ഢിത്തരമാണ്. അള്ളാഹുവിന് പങ്കുകാരായി ആരുമില്ല. അള്ളാഹു ഏകനാണ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹുവിന് മക്കളെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന് പങ്കുകാരെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്. അതിനപ്പുറം നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വലിയ ശിക്ഷ ലഭിക്കാൻ കാരണമായി തീരുന്നതാണ്. പരലോകത്ത് നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ ചേർത്തത് കാരണമായി നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതും വലിയ ശിക്ഷ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നതുമാണെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അവസാനമായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്, അള്ളാഹുവിനുള്ള ഉപമകളെല്ലാം ഏറ്റവും ഉത്തമമായ ഉപമകളാണ്. മക്ക മുശ്രിക്കീങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിന് പെൺമക്കളുണ്ട്, അള്ളാഹുവിന് പങ്കുകാരുണ്ട്, മലക്കുകൾ അള്ളാഹുവിൻ്റെ മക്കളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അള്ളാഹുവിൻ്റെ വിശേഷണമല്ല. അള്ളാഹുവിൻ്റെ വിശേഷണം ഏറ്റവും ഉന്നതമാണ്. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന് പങ്കുകാരായി മറ്റാരുമില്ല. അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു ഏറ്റവും ഉന്നതനാണ്. അള്ളാഹുവിന് തുല്യനായി മറ്റാരുമില്ല. ഇങ്ങനെയുള്ള ഉന്നതമായ വിശേഷണങ്ങളാണ് അള്ളാഹുവിനുള്ളത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ മോശമായ വിശേഷണങ്ങളൊന്നും അള്ളാഹുവിനില്ല. ആ മോശമായ വിശേഷണങ്ങൾ നിഷേധികളായ നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ വിശേഷണങ്ങളാണ് ആ വിശേഷണങ്ങളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓതിയ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കീങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും മോശമായ കാര്യമാണ്. ഒരിക്കലും ഒന്നും സ്വന്തമായി ചെയ്യാൻ പോലും സാധിക്കാത്ത വസ്തുക്കളെ നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് വലിയ തെറ്റായ പ്രവർത്തനമാണ്. അതിൻ്റെ പേരിൽ വലിയ ശിക്ഷ നിങ്ങൾക്ക് പരലോകത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.